ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ സർക്കാരിന് ഹൈക്കോടതി അനുമതി. അയ്യപ്പ സംഗമം നടത്താമെന്നും ശബരിമലയുടെ പവിത്രതയെ ബാധിക്കാതെ സാമ്പത്തിക സുതാര്യത ഉറപ്പാക്കി പരിപാടി സംഘടിപ്പിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അതേസമയം ശബരിമലയിൽ നിന്നും അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിക്കാനാകില്ലെന്ന് ദേവസ്വം ബോർഡ്. പാളികൾ ഉരുക്കിക്കഴിഞ്ഞെന്നും സ്ഥിതിഗതികൾ കോടതിയെ അറിയിക്കുമെന്നും ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ശബരിമലയുടെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിനൊപ്പം ശബരിമലയുടെ പരിസ്ഥിതിയെ ബാധിക്കാത്ത തരത്തിലാകണം ആഗോള അയ്യപ്പ സംഗമം നടത്തേണ്ടത് എന്നാണ് കോടതിയുടെ നിർദ്ദേശം. പ്രതിനിധികൾക്ക് പ്രത്യേക പരിരക്ഷ നൽകരുതെന്നും സാധാരണ അയ്യപ്പ ഭക്തരുടെ അവകാശങ്ങൾ ഹനിക്കരുതെന്നും ചൂണ്ടിക്കാട്ടിയ കോടതി ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ സുതാര്യത ഉറപ്പാക്കണമെന്ന കർശന നിർദ്ദേശവും നൽകി. സംഗമത്തിൽ സ്പോൺസർഷിപ്പ് വഴി ലഭിക്കുന്ന തുക എങ്ങനെ ചെലവഴിക്കുമെന്നും പ്രത്യേക അക്കൗണ്ട് തുടങ്ങിയത് എന്തിനാണെന്നും കോടതി ചോദിച്ചിരുന്നു. അയ്യപ്പ സംഗമം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ഉപയോഗിക്കുന്നത് നിയമലംഘനമാണെന്നും ചൂണ്ടിക്കാണിച്ചാണ് ഹർജിക്കാർ കോടതിയെ സമീപിച്ചത്. എന്നാൽ കുംഭമേള മാതൃകയിൽ പരിപാടി സംഘടിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ദേവസ്വം മന്ത്രിമാരെ ഉൾപ്പെടെ ക്ഷണിച്ചിട്ടുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. കോടതി വിധി സ്വാഗതം ചെയ്ത മന്ത്രി VN വാസവൻ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് സംഗമം ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനൊപ്പം തമിഴ്നാട്ടിൽ നിന്നും 2 മന്ത്രിമാരും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറും പരിപാടിയിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചു. എല്ലാ അർത്ഥത്തിലും സുതാര്യമാണ് ആഗോള അയ്യപ്പ സംഗമം. ബഹുമാനപ്പെട്ട കോടതി ഈ വിഷയത്തെ സംബന്ധിച്ചോളം നടത്തിയിട്ടുള്ള പരാമർശങ്ങളും അതിലെ വിധിയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നടത്താൻ കൂടുതൽ പ്രചോദനമായി അത് മാറിയിരിക്കുന്നു. പൊതുവിൽ വിശ്വാസി സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റിത്തീർക്കുക എന്ന കാഴ്ചപ്പാടാണ് ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡിനും അതേപോലെ തന്നെ അതിന് സഹായിക്കുന്ന ഗവൺമെൻറ്റിനും ഉള്ളത്. ആ രൂപത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ഭംഗിയായി വിജയകരമായി ചിട്ടയായി നടത്താൻ കഴിയും. അതിന് സഹായകരമാണ് ഈ വിധി. ഏറെ സ്വാഗതം ചെയ്യും. അതേസമയം അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിക്കുന്നത് അസാധ്യമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ശ്രീകോവിലിലെ ദ്വാരപാല ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് അനുമതിയില്ലാതെ കൊണ്ടുപോയതിനാൽ ഉടൻ തിരികെ എത്തിക്കണമെന്ന് ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. ഈ ഒരു ഇടക്കാല വിധിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് ഇമ്പോസിബിൾ ആണ്. അത് ബഹുമാനപ്പെട്ട കോടതിയെ ഞങ്ങൾ ധരിപ്പിക്കും റിവ്യൂ പെറ്റീഷനിലൂടെ. കാരണം ഇലക്ട്രോപ്ലേറ്റിങ്ങിൽ കൂടി അത് വേർതിരിച്ച് കഴിഞ്ഞു. സ്വർണവും ഒക്കെ ആയിട്ട് ചെമ്പും ഒക്കെ ഇത് വേർതിരിച്ച് കഴിഞ്ഞു. അത് പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ പറ്റുന്ന കാര്യമല്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിയെ റിവ്യൂ പെറ്റീഷനിലൂടെ ഞങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കോടതി തീരുമാനം പറയട്ടെ. ദേവസ്വം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, തിരുവാഭരണം കമ്മീഷണർ എന്നിവരോട് വീഴ്ചയില്ലെങ്കിൽ വിശദീകരണം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു. റിവ്യൂ ഹർജി കോടതി പരിഗണിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ഉരുക്കിയെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.